മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി. പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകൾ വീടിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത് എന്തിനായിരിക്കും? ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിൻ്റെ കൊലപാതകത്തിൽ ദുരൂഹത ഉണർത്തുന്ന പല ചോദ്യങ്ങളുമുണ്ട്. സാത്താൻ സേവയോ സമാനമായ രഹസ്യവിശ്വാസ ആചാരങ്ങളുടെ ഭാഗമോ ആണോ ഈ വാചകങ്ങൾ? മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതും ബൈബിൾ വലിച്ചെറിഞ്ഞതും കൊലയിൽ കലാശിച്ചപ്പോൾ ഏഞ്ചലിൻ്റെ വിശ്വാസത്തിലേക്ക് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. അവളുടെ വിശ്വാസത്തിനപ്പുറം രാത്രി യാത്രകളും വീട്ടിലെ കലഹവും പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം മലപ്പുറം വേങ്ങരയിലെ മുഹമ്മദ് അലി നടത്തിയ വെളിപ്പെടുത്തലും പോലീസിനെ കുഴപ്പിക്കുന്നു. 3.5 പതിറ്റാണ്ടിന് ശേഷം ഇരട്ട കൊലപാതകത്തെക്കുറിച്ച് അയാൾ തുറന്നു പറഞ്ഞത് എന്തിനാകും? ആ വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിൻ്റെ വീട്ടിലെത്തിയാൽ ദുരൂഹത ഉണർത്തുന്ന ചില വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പരമ്പരാഗത ദൈവവിശ്വാസത്തിനെതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ പിന്തുടരുന്ന ആളായിരുന്നോ ആ യുവതി? ഏഞ്ചൽ കൊല്ലപ്പെട്ട രാത്രിയിൽ വീട്ടിൽ നടന്ന സംഭവങ്ങളിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാനെടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കളുടെ മൊഴി. അതുകൊണ്ട് തന്നെയാണ് രാത്രി യാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങൾ ഉണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത്. സ്വയം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അതുപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി. പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം? സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സാത്താൻ സേവയോ സമാനമായതുമായ പൊതുധാരാവിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകമെന്നതാണ് സംശയം. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അതുപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. രാത്രി യാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജെസ്സിയുടെയും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി. 11 മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോഷകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി. ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കി. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് മരണമുറപ്പാക്കി. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനെ ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രമണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല. മുഖം ദേഷ്യഭാവത്തിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഏഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട്.
വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ചു പുലർത്തി. കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ. ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി 11 വരെ പിന്നീട് എവിടെയായിരുന്നു? ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു. താമസിച്ചു വന്നതുകൊണ്ട് മാത്രം ഒരു മകളെ ആരെങ്കിലും കൊലപ്പെടുത്തുമോ? മാതാപിതാക്കൾ രണ്ടുപേരും അവൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ഒരുപോലെ ആഗ്രഹിക്കുമോ? അതിനുള്ള ഉത്തരം ഒളിഞ്ഞുകിടക്കുന്നത് ഏഞ്ചൽ രാത്രികാലങ്ങളിൽ സഞ്ചരിച്ച ആ വഴികളിൽ എവിടെയോ ആണ്. ഒപ്പം വീടിന്റെ ചുവരിൽ എഴുതി വച്ചിരിക്കുന്ന ആ വാചകങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൗമാരപ്രായത്തിൽ 2 കൊലപാതകങ്ങൾ, 3.5 പതിറ്റാണ്ടിന് ശേഷമുള്ള വെളിപ്പെടുത്തൽ. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതം പോലീസിന് പുലിവാല് പിടിപ്പിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവർ ആരാണ്? കൊലപ്പെടുത്തിയത് മുഹമ്മദ് അലി തന്നെയാണോ? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. 14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊന്നതായി കഴിഞ്ഞ മാസം 5-നാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ പോലീസ് കൊല നടന്ന സ്ഥലം കണ്ടെത്തിയെങ്കിലും മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നാലെയാണ് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നുവെന്നും മുഹമ്മദ് അലി തുറന്നു പറഞ്ഞത്. ഇതിൽ നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആന്റണി എന്നു പേരുള്ള ഇയാൾ പിന്നീട് മതം മാറി മുഹമ്മദ് അലി ആയെന്നാണ് വിവരം. മുഹമ്മദ് അലിയുടെ മനോനില പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കൂടരഞ്ഞിയിലെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ കൊന്നതാണെന്നാണ് മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇതിന്റെ അന്വേഷണത്തിനിടയിലാണ് 2ാമത്തെ കൊലപാതകം നടത്തിയതായി ഇയാൾ വെളിപ്പെടുത്തിയത്. 1989 വെള്ളയിൽ ബീച്ചിൽ വെച്ചും ഒരാളെ കൊന്നെന്നായിരുന്നു വെളിപ്പെടുത്തൽ. അക്കാലത്തെ പത്രവാർത്തകളിൽ 2 സംഭവങ്ങളുമുണ്ട്. എന്നാൽ 2ഉം അജ്ഞാത മൃതദേഹങ്ങളെന്നാണ് വാർത്തകളിലുള്ളത്. അന്ന് അവകാശികളാരും എത്തിയിരുന്നില്ലെന്നും പോലീസ് റെക്കോർഡുകളിൽ നിന്ന് വ്യക്തമായി. അപ്പോൾ പിന്നെ കൊല്ലപ്പെട്ടവർ ആരാണ്? അവരെ തിരിച്ചറിയാനുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ്. ഇതിനിടെ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് സഹോദരൻ വെളിപ്പെടുത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. പതിനാല് വയസ്സുള്ളപ്പോൾ കൂടരഞ്ഞിയിലെ പണിസ്ഥലത്ത് ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തിയെന്നും ഇയാൾ മരിച്ചെന്നുമായിരുന്നു ആദ്യ വെളിപ്പെടുത്തൽ. ഇതിൽ പരിശോധന നടത്തിയ പോലീസ് 116/86 രജിസ്റ്റർ ചെയ്ത കേസിൽ വീണ്ടും അന്വേഷണം തുടങ്ങുകയും കൊല നടന്ന സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. മരിച്ചയാൾക്ക് ജോലി നൽകിയ ആളിൽ നിന്നുൾപ്പെടെ വിവരങ്ങളും ശേഖരിച്ചു. എന്നാൽ കണ്ണൂർ ഇരിട്ടി സ്വദേശി എന്ന സൂചനകളല്ലാതെ മരിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. വെള്ളയിൽ ബീച്ചിൽ കൊല നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ ഇത്രയും വിവരങ്ങൾ പോലും കണ്ടെത്താനായിട്ടില്ല. ഈ വെളിപ്പെടുത്തലുമായി സാമ്യമുള്ള കേസ് 1989 സെപ്റ്റംബർ 24-ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നതായി കണ്ടെത്തിയതോടെ പോലീസ് കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത്. ആദ്യ കൊലപാതകത്തിന് ശേഷം കോഴിക്കോട് ജോലി ചെയ്യുന്ന കാലത്ത് പണം തട്ടിപ്പറിച്ച ഒരാളെ സുഹൃത്തായ ബാബുവിന്റെ സഹായത്തോടെ ശ്വാസം മുട്ടിച്ചു കൊന്നെന്നാണ് വെളിപ്പെടുത്തൽ. വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് മുഹമ്മദ് അലി മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് പറഞ്ഞ് സഹോദരൻ പൗലോസ് രംഗത്തെത്തിയത്. ഇതിന് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും സഹോദരൻ പോലീസിനോട് പറഞ്ഞു. ആന്റണി എന്നായിരുന്നു മുഹമ്മദ് അലിയുടെ ആദ്യ പേര്. കൂടരഞ്ഞിയിൽ നിന്നും വിവാഹം കഴിച്ച ഇയാൾ ഭാര്യ ഉപേക്ഷിച്ചതോടെ മലപ്പുറം വേങ്ങരയിലേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും വിവാഹം ചെയ്തതോടെയാണ് മതം മാറി മുഹമ്മദ് അലി ആയത്. കൂടരഞ്ഞിയിൽ തോട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് താനും സഹോദരനും സ്ഥലത്തില്ലായിരുന്നുവെന്നും പൗലോസ് പറയുന്നു. അതിനു മുമ്പേ നാടുവിട്ടുപോയ ആന്റണി 8 വർഷം കഴിഞ്ഞാണ് നാട്ടിൽ തിരിച്ചെത്തിയതെന്നാണ് പൗലോസ് പോലീസിനോട് പറഞ്ഞത്. അതേസമയം മുഹമ്മദ് അലി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇയാളുടെ മനോനില പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം.
ന്യൂസ് 18 കോഴിക്കോട്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്ന കാര്യങ്ങളുണ്ട്. അപരിചിതരായ ആരെങ്കിലും മിഠായിയോ ഐസ്ക്രീമോ തന്നാൽ വാങ്ങരുത്, ആരും വിളിച്ചാൽ കൂടെ പോകരുത്. കൊച്ചി ഇടപ്പള്ളിക്ക് സമീപം പോണേക്കരയിലുള്ള കുടുംബവും മക്കളോട് ഇങ്ങനെ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം കാറിലെത്തിയ ഒമാൻ സ്വദേശികളായ കുടുംബം വഴിയരികിൽ കുട്ടികൾ നിൽക്കുന്നത് കണ്ടപ്പോൾ സ്നേഹത്തോടെ മിഠായി കൊടുത്തു. പിന്നെ ഉണ്ടായ പൊല്ലാപ്പ് ചെറുതൊന്നുമല്ല. കാറിലെത്തിയവർ തങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നാണ് 5-6 വയസ്സുള്ള പെൺകുട്ടികൾ കരുതിയത്. കുട്ടികൾ ഭയന്നോടി വന്ന് ഇക്കാര്യം മാതാപിതാക്കളെ അറിയിച്ചു. പിന്നീട് പോലീസിൽ പരാതിയും അന്വേഷണവും. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നാടകീയ സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങിയ 5-6 വയസ്സുള്ള കുട്ടികൾക്ക് കാറിലെത്തിയ 2 പേർ മിഠായി നൽകിയെന്നും കയ്യിൽ പിടിച്ചതിനെ തുടർന്ന് തങ്ങൾ ഓടി രക്ഷപ്പെട്ടുവെന്നുമാണ് കുട്ടികൾ പറഞ്ഞത്. ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വണ്ടി നീങ്ങി. എന്നിട്ട് നമുക്ക് ലോലിപോപ്പ് വന്ന് ഞാൻ മേടിച്ച്. എന്നിട്ട് മുത്ത ഉണ്ടായിന്ന് എടുത്തിട്ട് തോട്ടിലോട്ട് കളയാൻ പോയപ്പോൾ എൻ്റെ കൈ പിടിച്ച് വലിച്ച്. അപ്പോൾ ഒരു പട്ടി വന്ന്. ആ പട്ടി വന്നപ്പോൾ അവർ ഡോറടിച്ച് പോയി. പള്ളിപ്പടിക്കേണ്ട അടുത്തുള്ള കടയിൽ പോയിട്ട് സിപ്പപ്പ് മേടിച്ചാലാന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചുകൊണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ അവിടെ ആക്കാന്ന് പറഞ്ഞു. പരിഭ്രാന്തിയോടെ എത്തിയ കുട്ടികളെ കണ്ട വീട്ടുകാർ ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. കാറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണവും തുടർന്നു. ഉച്ചയോടെ കാറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഫലം കണ്ടു. കേരളം സന്ദർശിക്കാനെത്തിയ ഒമാൻ സ്വദേശികളായ കുടുംബമാണ് ഇവിടെ വന്നതെന്നും സുഹൃത്തിനെ കണ്ട് മടങ്ങുമ്പോൾ വഴിയിൽ കണ്ട കുട്ടികൾക്ക് മിഠായി നൽകുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് സംഭവം ഇത്ര കണ്ട് വിവാദമായത് ഇരുവരും അറിയുന്നത്. കേസെടുത്ത എളമക്കര പോലീസ് സ്റ്റേഷനിലെത്തിയ കുട്ടികളുടെ കുടുംബത്തോടും കാര്യങ്ങൾ വിശദീകരിച്ചു. അതോടെ തെറ്റിദ്ധാരണയാകുന്നു. അങ്ങനെയൊന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇതിപ്പം വേറെ നാട്ടാണ്, ഞങ്ങൾക്ക് ഇതൊന്നും ലാംഗ്വേജ് ഒന്നും മനസ്സിലാവണില്ല. അവർ വേറെ ഏതോ നാട്ടുകാരൊക്കെയാണ്, സംസാരിക്കാൻ പറ്റണില്ല. പേടിച്ചു പോയാ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികളുടെ അടുത്ത്. ന്യൂസൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അത് വെച്ചിട്ടൊക്കെ അവരും ടെൻഷൻ ആവുമല്ലോ. അവർ വേറൊരു രൂപമൊക്കെ ഉള്ള ആൾക്കാരാണ്. 2 പേർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടുവെന്നും പരാതി പിൻവലിച്ചുവെന്നും പോലീസും അറിയിച്ചു. തിരിച്ചു പോകുന്ന വഴി അവിടെ വെച്ച് ഒരു കുട്ടിയെ അച്ഛനെ കണ്ടു. അവന് മിഠായി കൊടുത്തു. അതിൽ നിന്നൊരു ആവേശം കൊണ്ടിട്ടാന്ന് തോന്നുന്നു അവർ അടുത്ത 2 കുട്ടികളെ കണ്ടപ്പോൾ ഓരോ മിഠായി കൊടുത്തു. ഒരു കുട്ടി വേണ്ടെന്ന് പറഞ്ഞു, ഒരു കുട്ടി അത് സ്വീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് ചെറിയൊരു സംശയം, ഈ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചെറിയ സംശയം തോന്നി. അത് കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ച് അവരുടെ വണ്ടിയെ ട്രേസ് ചെയ്ത് അവരെ ഹോട്ടലിൽ നിന്ന് അവരെ വിളിച്ച് വരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ ഇങ്ങനെ കുട്ടികളെ കണ്ടാൽ അവിടെയൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്, എങ്ങനെ കൊടുക്കുന്നുണ്ടല്ല, മറ്റ് സംശയങ്ങളൊന്നുമില്ല. അത് അമ്മയെ വിളിച്ചു വരുത്തി അമ്മയും കുട്ടിയും ബോധ്യപ്പെടുത്തു. അവർക്ക് വേറെ പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരെ തിരിഞ്ഞു വിട്ടു. വലിയ ആശങ്ക ഉയർത്തിയ സംഭവത്തിൽ പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ് നിർണായകമായത്. ന്യൂസ് 18 കൊച്ചി. ഡിജിറ്റൽ യുഗത്തിൽ പുതിയ തലമുറ പല സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. തൊഴിലും ബിസിനസ്സും മാത്രമല്ല, പണം കണ്ടെത്താൻ എന്തു വഴിയും തുറന്നിട്ടിരിക്കുകയാണ് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും. നാട്ടിലെ ലഹരി മാഫിയ സംഘങ്ങൾ MDMAയ്ക്കും കൊക്കൈനും പിന്നാലെ പായുമ്പോൾ മൂവാറ്റുപുഴക്കാരൻ എഡിസൺ മയക്കുമരുന്ന് ഇടപാടിന് കണ്ടെത്തിയ വഴിയാണ് ഡാർക്ക് നെറ്റ്. കോവിഡിന് ശേഷം ഡാർക്ക് വെബ് ലഹരി വ്യാപാരത്തിലേക്ക് കടന്ന എഡിസൺ കെറ്റാമെലോൺ എന്ന വെബ്സൈറ്റ് വഴി 2 വർഷം കൊണ്ട് വൻകിട ഓൺലൈൻ ലഹരി ഇടപാടുകാരനായി മാറി. ഓൺലൈൻ ട്രേഡിംഗ് ഇടപാടുകളെന്നാണ് അയാൾ കുടുംബത്തോട് പറഞ്ഞിരുന്നത്. കേസിൽ പിടിയിലായ മുഖ്യപ്രതി എഡിസണെയും കൂട്ടാളി അരുൺ തോമസിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് NCB. തിങ്കളാഴ്ച അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. മുഖ്യപ്രതി എഡിസനെയും കൂട്ടുപ്രതി അരുൺ തോമസിനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ തീരുമാനം. പാഴ്സൽ വഴി ഇടപാടുകാർക്ക് ലഹരി എത്തിക്കാൻ സഹായിച്ച ഇടനിലക്കാരനെ കണ്ടെത്തുവാനും ശ്രമം തുടങ്ങി. 1 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസിയാണ് എഡിസണിൽ നിന്നും കണ്ടെത്തിയത്. ഇരുവരും ചേർന്ന് 1.5 വർഷമായി 700-ലധികം ഇടപാടുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയതായി വ്യക്തമായി.
അങ്ങനെയെങ്കിൽ ലഹരി വിൽപ്പനയിലൂടെ എഡിസൺ സമ്പാദിച്ച കോടികൾ എവിടെയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഡാർക്ക് നെറ്റ് വഴി കോഡ് ഭാഷയിലാണ് എഡിസൺ ആശയവിനിമയം നടത്തുന്നത്. ഇത് ഡീകോഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം രാജ്യത്തെ നഷ്ടത്തിലായ മരുന്ന് കമ്പനികളെ സ്വാധീനിച്ച ഡാർക്ക് വെബ് കാർട്ടിൽ ലഹരി മരുന്ന് ഉൽപ്പാദിപ്പിച്ചതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ച 1 ദശലക്ഷം വേദന സംഹാരി ഗുളികകൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചതായി US ഫെഡറൽ ഏജൻസിയായ NIDA അറിയിച്ചു. കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ട്രമഡോൾ, ഫെന്റോനിൽ തുടങ്ങിയ രാസനിർമ്മിത വേദന സംഹാരി വൻതോതിൽ വിറ്റഴിച്ചതായി എക്സൈസ് ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. കേസിൽ പിടിയിലായ 4 പ്രതികളും ഇക്കാര്യം സ്ഥിരീകരിച്ചു. അറസ്റ്റിലായ പ്രതികളുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ പരിശോധിച്ച കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് നീക്കം. ന്യൂസ് 18 കൊച്ചി. അല്പം സൗന്ദര്യവും സാമർഥ്യവും സഹായത്തിനൊരു സംഘവും ഉണ്ടെങ്കിൽ ആരെയും പറ്റിക്കാം. അങ്ങനെ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജരേഖകൾ ചമച്ച് ഒരു തട്ടിപ്പ് നടത്തിയ കഥയാണ് പുനലൂരിൽ നിന്ന് കേട്ടത്. ന്യൂസിലാൻഡിൽ കപ്പലിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് യുവതി അടങ്ങുന്ന സംഘമാണ്. പുനലൂർ സ്വദേശി നിഷാദിന്റെ പരാതിയിൽ കല്ലട സ്വദേശിനി ചിഞ്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൂഗിൾ മീറ്റ് വഴി ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ടായിരുന്നു തട്ടിപ്പ്. പരാതിയെ തുടർന്ന് ഓഫീസ് പൂട്ടിമുങ്ങിയ യുവതിയെ എറണാകുളത്ത് നിന്നാണ് പുനലൂർ പോലീസ് പിടികൂടിയത്. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊല്ലം കല്ലട സ്വദേശി ചിഞ്ചു അനീഷിനെയാണ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുനലൂർ കറവൂർ സ്വദേശി നിഷാദാണ് പരാതിക്കാരൻ. എനിക്ക് ഓഫർ ലെറ്ററും വ്യാജരേഖകളും സംശയം തോന്നിയതിനെ തുടങ്ങി തിരികെ ചോദിച്ചു. എൻ്റെ ഫണ്ട് ചോദിച്ചപ്പോൾ അതിനുവേണ്ടി അവരൊരു ഗൂഗിൾ മീറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ വന്നിട്ട് പറഞ്ഞു നിഷാദിൻ്റെ വിസ ന്യൂസിലാൻഡ് എമിഗ്രേഷൻ സൈറ്റിൽ ആക്ടിവേഷനായി കിടക്കുകയാണ്, അത് മെയിലിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന താമസമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് 2 ഘട്ടങ്ങളിലായിട്ട് പുനലൂർ ഫെഡറൽ ബാങ്കിൽ നിന്നും 11.5 ലക്ഷം രൂപ, നിഷാദിൽ നിന്നും പലതവണയായി 11.5 ലക്ഷം രൂപയാണ് ചിഞ്ചു അനീഷും സംഘവും തട്ടിയെടുത്തത്. മാസം 2 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന കപ്പൽ ജോലി ന്യൂസിലാൻഡിൽ ശരിയാക്കി നൽകാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ജോലി സംബന്ധമായ എല്ലാ രേഖകളും നിഷാദിന് നൽകുകയും ചെയ്തു. വായ്പയെടുത്താണ് നിഷാദ് പണം നൽകിയത്. സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യം കണ്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചത്. ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു ചിഞ്ചു അപേക്ഷകരോട് സംസാരിച്ചിരുന്നത്. ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളാണ് ഇവരടങ്ങുന്ന സംഘം പലരിൽ നിന്നും തട്ടിയെടുത്തത്. പരാതി ഉയർന്നപ്പോൾ എറണാകുളത്ത് ഇവർക്കുണ്ടായിരുന്ന ടാലന്റ് വിസ HR കൺസൾട്ടൻസി എന്ന സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു. എന്നാൽ തുടർന്നും കേരളത്തിനകത്തും പുറത്തും ഓഫീസുണ്ടെന്നും സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചാരണവും നടത്തിയിരുന്നു. 2023 മെയ് മുതൽ നവംബർ വരെ പലതവണയായിട്ടാണ് നിഷാദ് ഇവർക്ക് പണം നൽകിയിരുന്നത്. പുനലൂർ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം കൈമാറിയത്. പറ്റിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ നിഷാദ് പുനലൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് 1-ാം പ്രതി ബിനിലിനെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. 2-3 പ്രതികളെ ഇനി പിടികൂടാനുമുണ്ട്. ഇവരുടെ വാഗ്ദാനത്തിൽപ്പെട്ട് മുൻപ് ജോലി തേടി ന്യൂസിലാൻഡിലെത്തിയവർക്ക് ആപ്പിൾ പറിക്കുന്ന ജോലിയാണ് ലഭിച്ചത്. കുറെ പേർ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. 4-ാം പ്രതിയായ ചിഞ്ചു അനീഷ് എറണാകുളം പാലാരിവട്ടത്ത് ഒളിവിൽ താമസിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനലൂർ പോലീസ് അവിടെയെത്തി പ്രതിയെ പിടികൂടിയത്. സമാനമായ നിരവധി കേസുകളുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2023 കേസുകളുണ്ട്. കാലടി പോലീസ് സ്റ്റേഷനിൽ തന്നെ 2024 3ഓളം ഇതേപോലുള്ള സമാനമായ രീതിയിലുള്ള തട്ടിപ്പണത്തിന് കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയമപരമായ നടപടിക്ക് ശേഷം നമ്മൾ ഇന്ന് തന്നെ അവരെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നു. SI കൃഷ്ണകുമാർ, ജൂനിയർ SI പ്രമോദ്, ASI മറിയക്കുട്ടി, CPO രാജേഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പാലാരിവട്ടത്തു നിന്നും പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പുനലൂർ.
മലപ്പുറം കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി കാറും മൊബൈലും തട്ടിയെടുത്ത കേസ് അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് സൈബർ തട്ടിപ്പിൻ്റെ പുതിയ രീതികൾ. ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തട്ടിപ്പ് സംഘത്തിന് കൈമാറി വിദേശ അക്കൗണ്ടുകളിൽ നിന്നും പണം കൈമാറ്റം ചെയ്യുന്നതായിരുന്നു രീതി. കേസിൽ അറസ്റ്റിലായവർ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാർ മുഖേനയാണ് തട്ടിപ്പ് നടത്തുന്നത്. ഈ സംഘത്തിലെ മറ്റ് കണ്ണികളുടെ വിവരങ്ങളും കുളത്തൂർ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ മെയ് 5-ന് കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈൽ ഫോണുകളും തട്ടിയെടുത്ത സംഭവത്തിലെ അന്വേഷണമാണ് സൈബർ തട്ടിപ്പ് സംഘത്തിലേക്ക് നയിച്ചത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വെങ്ങാട് സ്വദേശികളായ ഹുസൈൻ, സിറാജ്, അഷറഫ് എന്നിവരെയാണ് വാഹനം തടഞ്ഞിട്ട് തട്ടിക്കൊണ്ടുപോയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊളത്തൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത്, കൊളത്തൂർ ഇൻസ്പെക്ടർ സജിത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം 6-അംഗ സംഘത്തെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 5 പേരെ കൂടി പോലീസ് പിടികൂടിയത്. വെങ്ങാട് സ്വദേശി കുതിരക്കുന്നത്ത് അദ്നാൻ, കൊളത്തൂർ സ്വദേശി തട്ടാൻതൊടി മുഹമ്മദ് ഫൈസൽ, കൊപ്പം ആമയൂർ സ്വദേശികളായ കൊട്ടിലിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീം, കൊട്ടിലിൽ മുഹമ്മദ് ജാഫർ, കൊപ്പം പുലാശ്ശേരി സ്വദേശി സങ്കേതത്തിൽ മുഹമ്മദ് ഹനീഫ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സംഭവം നടന്നതിനു ശേഷം നാട്ടിൽ നിന്നും ഒളിവിൽ പോയ പ്രതികളെ കൊപ്പം, ഷൊർണൂർ ഭാഗങ്ങളിലെ ഒളിത്താവളങ്ങളിൽ നിന്നാണ് രാത്രിയിൽ പോലീസ് പിടികൂടിയത്. കേസിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം ഇതോടെ 11ആയി. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ പുത്തൻ രീതികൾ പുറത്തുവന്നത്. അറസ്റ്റിലായ മുഹമ്മദ് അബ്ദുൽ ഹക്കീം, മുഹമ്മദ് ജാഫർ എന്നിവരുൾപ്പെടുന്ന സംഘം കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാർ മുഖേന നാട്ടിലും പുറത്തുമുള്ള പലരുടെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഡോളർ ട്രേഡിംഗ്, ഗെയിമിംഗ് എന്നിവരുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന് കൈമാറുന്നു. ഈ അക്കൗണ്ടുകളിലേക്ക് സൈബർ തട്ടിപ്പിലൂടെ വരുന്ന ലക്ഷങ്ങൾ ഉടൻ പിൻവലിച്ച് തട്ടിപ്പ് സംഘം പറയുന്ന വിദേശത്തുള്ള അക്കൗണ്ടിലേക്കോ ഏജന്റുമാർക്കോ പണമായോ കൈമാറുകയും ചെയ്യും. ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് വരുന്ന പണം സംഘത്തിന് കൊടുക്കാതെ കബളിപ്പിച്ചു പോകുന്ന തട്ടിപ്പും ഒരു വശത്ത് നടക്കുന്നുണ്ട്. സൈബർ തട്ടിപ്പ് സംഘത്തിലെ മറ്റു കണ്ണികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. പ്രതികളെ സൈബർ സെൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘം കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് 18 മലപ്പുറം. അസൂയയും കുശുമ്പും വിരോധവും മനസ്സിലിട്ട് നടക്കുന്ന ചില വെറുക്കപ്പെട്ട മനുഷ്യരുണ്ട്. ഒരാളെ ഉപദ്രവിക്കാൻ അവർ പല മാർഗങ്ങളും തേടും. ആലപ്പുഴ മുളക്കുഴ സ്വദേശി അനൂപ് വ്യക്തിവിരോധം തീർക്കാൻ ഒപ്പിച്ച പണി ഒരു കുടുംബത്തെയും നാടിനെയും മുഴുവൻ ആശങ്കപ്പെടുത്തി. ചെങ്ങന്നൂരിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ രാത്രിയിൽ കത്തിച്ചയാളെ തേടിയുള്ള അന്വേഷണത്തിലാണ് അനൂപിൻ്റെ ദുഷ്ട മനസ്സിനെക്കുറിച്ച് മനസ്സിലായത്. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് കാർ കത്തിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അക്രമി പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30-നാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് പിന്നിൽ താമസിക്കുന്ന രാജമ്മയുടെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് തീപിടിച്ചത്. രാജമ്മയും മക്കളും മറ്റ് കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു സംഭവം. കാറിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് കിടപ്പുമുറിയിലേക്കും തീ പടർന്നിരുന്നു. മുറിയിലെ കട്ടിൽ, മെത്ത, സീലിംഗ് എന്നിവ കത്തി നശിച്ചു. ഈ സമയത്താണ് വീട്ടുകാർ സംഭവം അറിഞ്ഞത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വലിയ അപകടമുണ്ടായില്ല. പിന്നീട് CCTV പരിശോധിച്ചപ്പോഴാണ് ഒരു അജ്ഞാതൻ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മുണ്ടും ഷർട്ടും ധരിച്ച് ഒരു കൈയിൽ പെട്രോളുമായാണ് അജ്ഞാതനെത്തിയത്. കാറിന് മുകളിലൂടെ പെട്രോൾ ഒഴിക്കുന്നതും തീപ്പെട്ടി ഉരച്ച് കത്തിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. തീ ആളിപ്പടർന്നപ്പോൾ ഇയാൾ വന്ന വഴി ഓടി മറയുന്നതും കാണാം. 4 വർഷം പഴക്കമുള്ള ടൊയോട്ട ഗ്ലാൻസ കാർ തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചു. രാജമ്മയുടെ വിദേശത്തുള്ള മകളുടെ പേരിലുള്ള കാറാണ് ഇത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അക്രമിയെ കണ്ടെത്തിയത്. മുളക്കുഴ സ്വദേശി അനൂപിനെ അറസ്റ്റ് ചെയ്തു. മുൻവൈരാഗ്യത്തെ തുടർന്ന് നടത്തിയ ആക്രമണമാണെന്നാണ് പ്രതിയുടെ മൊഴി. ന്യൂസ് 18 ചെങ്ങന്നൂർ.
ഒരാളോട് വിരോധം തോന്നിയാൽ ആ മനുഷ്യനെ എങ്ങനെയും തകർക്കണം. അയാളെ നേരിട്ട് ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വേട്ടയാടുന്നവരുണ്ട്. പാലക്കാട് വാടാനംകുറിശ്ശിയിലെ ശംഖുരാജിൻ്റെ കാർ കത്തിച്ചതിന് പിന്നിലും വ്യക്തിവിരോധമെന്നാണ് വിവരം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്വിഫ്റ്റ് കാറാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കത്തിക്കാൻ ശ്രമിച്ചത്. ആക്രമണത്തിൽ കാറിൻ്റെ പിൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് വാടാനംകുറിശ്ശിയിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ കത്തിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. വീട്ടിലെത്തിയ അക്രമി കയ്യിൽ കരുതിയ പെട്രോൾ കാറിന് മുകളിലൂടെ ഒഴിക്കുകയായിരുന്നു. അക്രമിയെ വീട്ടിലുണ്ടായിരുന്നവർ പിടികൂടിയെങ്കിലും ഇയാൾ കുതറിമാറി ഓടി രക്ഷപ്പെട്ടു. കാറിന്റെ പിൻവശം ഭാഗികമായി കത്തി നശിച്ചു. കാറിന് മുകൾ ഭാഗത്തും ബോണറ്റ് വരെയും തീ പടർന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും വീട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. ഒരു 4:30-5 മണിയോടെ സമയത്താണ് ഇത് സംഭവം നടക്കുന്നത്. അതായത് ഞാൻ വീട്ടിലെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് തീ വരണ കണ്ടിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് കണ്ടത് ഒരു ഓടി പോണത്. കാർ മൊത്തമായിട്ട് കത്തുമായിരുന്നു. പിന്നാലെ പോയിട്ട് ഞാൻ പിടിച്ചു അവനെ കൊതറി മാറ്റി തള്ളിയിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ചെയ്യും പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് ഓടിപ്പോവാണ് ഉണ്ടായത്. അപ്പോഴേക്കും പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് വെള്ളം വെച്ച് തീ കിടത്തി. മുൻവൈരാഗ്യമടക്കം ആക്രമണത്തിനിടയാക്കാനുള്ള സാഹചര്യമില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടുകാരുടെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്തു. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. അപമാനഭാരത്താൽ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കും. ഇടുക്കി തൂക്കുപാലത്തെ ഓട്ടോ ഡ്രൈവറായ സോണി ജോസഫിനും ആ സംഭവം മനോവിഷമം ഉണ്ടാക്കി. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ മർദ്ദിച്ചതുകൊണ്ടുള്ള മനോവിഷമമാണ് സോണിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സംഭവത്തിൽ ആരോപണ വിധേയർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CIT പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധിച്ചു. തൂക്കുപാലത്ത് വർഷങ്ങളായി ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ആളാണ് സോണി ജോസഫ്. കഴിഞ്ഞ ദിവസം ടൗണിൽ പ്രവർത്തിക്കുന്ന സോണി ഫിഷറീസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ഇയാൾ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ജീവനക്കാർ ഇയാളെ മർദ്ദിച്ചതായാണ് ആരോപണം. ഇതേ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ സോണി രാത്രിയോടെ ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. സംഭവത്തിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് CITU പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിനെ കാരണക്കാരായ മുഴുവൻ ആളുകളെയും പോലീസ് നടപടിയെടുത്ത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് CITUവിന്റെ പേരിലും CPIMന്റെ പേരിലും ശക്തമായ രീതിയിൽ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. പ്രതികളുടെ പേരിൽ നിയമ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായിട്ട് CITU മുമ്പോട്ട് പോകുമെന്ന് CITUവിന്റെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നെടുങ്കണ്ടം പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. വീട്ടിൽ പണം സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല എന്ന ചിന്തയിലാണ് ഉള്ള സമ്പാദ്യമെല്ലാം ബാങ്കിൽ നിക്ഷേപിക്കാൻ പലരും നിർബന്ധിതരാകുന്നത്. എന്നാൽ ബാങ്കിൽ പോലും പണം സുരക്ഷിതമല്ലെന്നറിഞ്ഞാലോ? തട്ടിപ്പുകാരായ ജീവനക്കാർ ബാങ്കുകളുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ വെല്ലുവിളിയാണ്. കൊല്ലം ഏരൂരിൽ ബാങ്ക് അക്കൗണ്ടിൽ തിരിമറി നടത്തിയത് കരാർ ജീവനക്കാരനാണ്. കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിൽ കൃത്രിമം നടത്തി 7 ലക്ഷത്തോളം രൂപ അപഹരിച്ചെന്ന പരാതിയിൽ ബാങ്കിലെ കരാർ ജീവനക്കാരൻ ലിബിൻ ടൈറ്റസിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഏരൂർ ശാഖയിൽ നടന്ന ക്രമക്കേടിൽ കരാർ ജീവനക്കാരൻ കരവാളൂർ സ്വദേശി ലിവിൻ ടൈറ്റസ് ആണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 1,11,250 രൂപയും പോലീസ് പിടിച്ചെടുത്തു. ബാങ്കിലെ മറ്റു 2 ജീവനക്കാരും ഏരൂർ സ്വദേശികളുമായ രാജേഷ്, സുമേഷ് എന്നിവർക്കെതിരെ ബാങ്ക് മാനേജർ സുധീഷ് ഏരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ മിറർ പ്ലസിൽ കയറി ഇടപാടുകാരന്റെ ഫോൺ നമ്പറിൽ മാറ്റം വരുത്തിയായിരുന്നു തട്ടിപ്പ്.
അക്കൗണ്ടിൽ സ്ഥിര നിക്ഷേപം നടത്തിയിരുന്ന 7,21,000 രൂപ രണ്ടാം പ്രതിയായ രാജേഷിന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്കും മൂന്നാം പ്രതിയായ സുമേഷിന്റെ ഇസാഫ് ബാങ്ക് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. തുടർന്ന് ഈ തുക ഇരുവരും ലിബിൻ ടൈറ്റസിന്റെ പിറവന്തൂർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ടതായും പ്രാഥമികാന്വേഷണത്തിൽ വ്യക്തമായി. സ്ഥിര നിക്ഷേപകനായ ഇടപാടുകാരൻ പണം പിൻവലിക്കാനെത്തിയതിനെ തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ നടപടി ആരംഭിച്ചപ്പോഴാണ് അക്കൗണ്ടിൽ പണമില്ലെന്ന് മനസ്സിലായത്. തുടർന്ന് ബാങ്ക് അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിപ്പ് വിവരം പുറത്തായി. ഉടൻ തന്നെ ബാങ്ക് മാനേജർ ഏരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മറ്റു 2 പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. മോഷണം കൈമുതലാക്കിയ ചില നാടോടി സംഘങ്ങൾ കവർച്ചയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് KSRTC സ്വകാര്യ ബസ്സുകളാണ്. നല്ല വസ്ത്രധാരണവും മാന്യമായ ഇടപെടലും നടത്തി യാത്രക്കാരുടെ ഒപ്പം സൗഹൃദം നടിച്ച് കവർച്ച നടത്തുകയാണ് ഇവരുടെ രീതി. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ 2 യുവതികൾ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെ കൊല്ലം ആദിച്ചനെല്ലൂരിൽ 3 യുവതികളും സമാനമായ കുറ്റകൃത്യത്തിന് പിടിയിലായിട്ടുണ്ട്. മാലമോഷണ സംഘത്തിൽ ഉൾപ്പെട്ടവരെ സംബന്ധിച്ച പോലീസിന്റെ മുന്നറിയിപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഈ സ്ത്രീകൾ. ആദിച്ചനെല്ലൂരിൽ നിന്ന് കൊട്ടിയത്തേക്ക് വന്ന സ്വകാര്യ ബസ്സിലായിരുന്നു മോഷണം നടന്നത്. നിറയെ യാത്രക്കാരുമായി എത്തിയ ബസ്സിൽ നിന്ന് യാത്ര ചെയ്തിരുന്ന വയോധികയുടെ മാല 3 സ്ത്രീകൾ ചേർന്ന് അപഹരിക്കുകയായിരുന്നു. തൊട്ടടുത്ത സ്റ്റോപ്പിൽ സ്ത്രീകൾ ഇറങ്ങുകയും ചെയ്തു. വയോധിക നോക്കിയപ്പോഴാണ് മാല നഷ്ടമായ വിവരം അറിയുന്നത്. ഇവർ ബഹളം വെച്ചതോടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ സ്ത്രീകൾ ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ കൊട്ടിയം ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽപ്പെട്ടുപോയ യുവതികളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഇവരിൽ നിന്നും മോഷണം പോയ മാല കണ്ടെടുത്തു. മധുര പാണ്ടിക്കോവിൽ തെരുവ് സ്വദേശികളായ വള്ളി, സിംഗാരി, മരിയ എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്ത് നിരവധി സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ സമാനമായ നിരവധി കേസുകളുണ്ട്. മാലമോഷണ സംഘത്തിൽ ഉൾപ്പെട്ടവരെ സംബന്ധിച്ച പോലീസിന്റെ മുന്നറിയിപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഈ 3 സ്ത്രീകളും. റാക്കറ്റിലെ പ്രധാന കണ്ണികളാണിവർ. ഇവർക്ക് നിയമസഹായങ്ങൾ ചെയ്തു നൽകാനും ആളുകൾ നാട്ടിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. യാത്രക്കാരിയുടെ ബാഗിൽ നിന്നും വള മോഷ്ടിച്ചതിന് കൊട്ടിയം പോലീസ് ഇവർക്കെതിരെ മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. വാഹനങ്ങളുടെ പൊളിക്കാൻ പറ്റാത്ത ഏത് പൂട്ടും തകർക്കും. അതിവിദഗ്ധമായി മോഷണവും നടത്തും. കൊയിലാണ്ടി സ്വദേശി സൂര്യൻ എന്ന ചെറുപ്പക്കാരൻ്റെ പണി തന്നെ ബൈക്ക് മോഷണമാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം ചങ്ങരംകുളത്തിന് സമീപം ചിയ്യാനൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവിനെ തന്ത്രപരമായാണ് പോലീസ് പിടികൂടിയത്. സംഭവ ദിവസം തന്നെ മറ്റൊരു ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമം നടത്തുന്ന CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. പിടിയിലായ സൂര്യൻ നിരവധി ബൈക്ക് മോഷണ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ദിവസമാണ് ചിയ്യാനൂർ ചിറകുളത്തിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് കുട്ടിയുടെ സ്കൂട്ടർ എടുത്ത് യുവാവ് കടന്നു കളഞ്ഞത്. പ്രദേശത്തെ CCTVയിൽ മോഷ്ടാവ് മുഖം മറച്ചുപിടിച്ച് സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അന്വേഷണത്തിൽ സംഭവ ദിവസം തന്നെ കോക്കൂരിൽ മറ്റൊരു ബൈക്ക് മോഷ്ടിക്കാൻ ഇയാൾ ശ്രമം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് മോഷ്ടാവിനെ തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം തന്നെ എറണാകുളം കാക്കനാടെത്തി അന്വേഷണ സംഘം മോഷ്ടിച്ച ബൈക്ക് സഹിതം യുവാവിനെ പിടികൂടിയത്. കൊയിലാണ്ടി, ചോമ്പാല, പയ്യോളി തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ പ്രതി സൂര്യനെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചങ്ങരംകുളം CI ഷൈനിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
പിടിയിലായ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 തിരൂർ. മഴക്കാലമായതോടെ മോഷണവും മോഷണ ശ്രമങ്ങളും ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വക്കം കടക്കാവൂർ മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങളിൽ മോഷണവും മോഷണ ശ്രമവും നടന്നു. 2 കടകളിൽ നിന്ന് പണം നഷ്ടമായി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. കടക്കാവൂർ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി മോഷണം പതിവായതോടെ നാട്ടുകാരും ആശങ്കയിലാണ്. കടക്കാവൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് SS ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 40,000 രൂപ മോഷ്ടാക്കൾ കവർന്നു. സമീപത്തെ ഒരുമ ജനകീയ ബസാർ എന്ന സ്ഥാപനത്തിലും മോഷണശ്രമം നടന്നു. വക്കം വെളിവിളാകം ക്ഷേത്രത്തിന് സമീപമുള്ള കടയിൽ നിന്ന് 6,000 രൂപയോളം മോഷ്ടാക്കൾ അപഹരിച്ചു. കടകളുടെ എല്ലാം പൂട്ട് തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പുലർച്ചെ വെളുപ്പാങ്കാലത്ത് 3 മണിക്കാണ് നമ്മൾ ആ സ്ഥാപനത്തിൽ മോഷണം നടന്നത്. കട കുത്തി തുറന്ന് കടയ്ക്കകത്ത് കയറി ഏകദേശം 40,000 രൂപയോളം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതൊന്നുമല്ല, പോലീസ് സ്റ്റേഷനിൽ ഏകദേശം തൊട്ടടുത്താണ്, ഒരു 10 മീറ്റർ പോലും ഇല്ല, ഏകദേശം നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. നടന്നു പോകാൻ അവിടെ അങ്ങോട്ട് നോക്കിയാൽ കാണാം സ്റ്റേഷൻ. ഇത്രയും അടുത്ത് കിടന്നിട്ടാണ് നമുക്കിത് സംഭവിച്ചത്. കടയ്ക്കാവൂര് ഏകദേശം ഈ മാസം തന്നെ ഇഷ്ടംപോലെ മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതായിട്ട് വേറെ ഒന്നും ഇതുവരെ നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. കടക്കാവൂർ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി മോഷണം വ്യാപകമായിട്ടുണ്ട്. അടുത്തിടെ പോലീസ് സ്റ്റേഷന് സമീപത്തെ 2 വീടുകളിലും മോഷണം നടന്നിരുന്നു. ഈ സംഭവങ്ങളിൽ ഒന്നും തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. വിവിധ ജംഗ്ഷനുകളിൽ പോലീസ് സ്ഥാപിച്ച CCTV ക്യാമറകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. മോഷണം വ്യാപകമായതോടെ പ്രദേശവാസികൾ ഭീതിയിലായിട്ടുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. 19 വർഷം മുൻപ് നടത്തിയ ഒരു മുക്കുപണ്ട തട്ടിപ്പ് അന്ന് പിടിയിലായെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി മുങ്ങി. ഇടുക്കി തങ്കമണി സ്വദേശിനി ബിനീത എന്ന യുവതിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. എന്നാൽ അവർ എറണാകുളത്ത് രഹസ്യമായി ഒളിവിൽ താമസിക്കുന്നുണ്ടായിരുന്നു. പഴയ കേസുകൾ പൊടി തട്ടിയെടുത്ത് അന്വേഷണം നടത്താനുള്ള പോലീസിന്റെ നീക്കമാണ് ബിനീതയിലേക്ക് എത്തിയത്. കട്ടപ്പനയിൽ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിലാണ് 19 വർഷത്തിന് ശേഷമുള്ള അറസ്റ്റ്. ഫെഡറൽ ബാങ്ക് കട്ടപ്പന ശാഖയിൽ 50 ഗ്രാം മുക്കുപണ്ടം പണയം വെച്ച് 25,000 രൂപ തട്ടിയെടുത്ത ശേഷം മുങ്ങിയ കേസിലാണ് ബിനീത തങ്കപ്പൻ പിടിയിലായത്. സംഭവത്തിന് പിന്നാലെ അറസ്റ്റിലായ യുവതി ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയിരുന്നു. തുടർന്ന് കട്ടപ്പന കോടതി ഇവരെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 19 വർഷമായി പോലീസിനെ കബളിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. എറണാകുളം നെടുമ്പാശ്ശേരിക്കടുത്തുള്ള കാരക്കുന്നത്ത് നിന്നാണ് കട്ടപ്പന പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശാനുസരണം കട്ടപ്പന ഡിവൈഎസ്പി VA നിഷാദ് മോൻ, DCRB ഇടുക്കി ഡിവൈഎസ്പി KR ബിജു, SCPO ജയേഷ് മോൻ, ജോബിൻ ജോസ്, വനിതാ SCPO VV സബീന BV എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കട്ടപ്പന കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കട്ടപ്പന. ലഹരി സംഘങ്ങൾ പല സ്കൂളുകളുടെയും പരിസര പ്രദേശങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം വിദ്യാർത്ഥികളാണ്. കുട്ടികൾക്ക് ലഹരി നൽകണം, അവരെ ഈ സംഘത്തിലേക്ക് എത്തിക്കണം. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർക്കണം. മലപ്പുറം വണ്ടൂരിലെ BMC ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിന് സമീപം ഒരു യുവാവിനെ കണ്ടതോടെ പോലീസിന് സംശയം തോന്നി. അയാളെ പരിശോധിച്ചപ്പോൾ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ MDMA. കാരാട് സ്വദേശി അബ്ദുൾ ലത്തീഫിൽ നിന്ന് 40 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസത്തെ KSU വിദ്യാഭ്യാസ ബന്ധുമായി ബന്ധപ്പെട്ട് വണ്ടൂർ VNC ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്നതിനിടെയാണ് മൈതാനത്തിന് സമീപം സംശയാസ്പദമായ രീതിയിൽ ഒരു വാഹനത്തിൽ 4 പേർ ഇരിക്കുന്നത് പോലീസ് കണ്ടത്.
തുടർന്ന് ഇവരെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൂട്ടത്തിലൊരാളായ അബ്ദുൾ ലത്തീഫിന്റെ പക്കൽ നിന്നും MDMA കണ്ടെടുത്തത്. കൂടെയുള്ള 3 പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവില്ലാത്തതിനാൽ ഒരാളുടെ പേരിൽ മാത്രമാണ് കേസ്. തനിക്ക് ഉപയോഗിക്കാനായാണ് MDMA വാങ്ങിയതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. 40 ഗ്രാം MDMA ആണ് നമുക്ക് കിട്ടിയത്. അതിൽ ലത്തീഫ് മുന്നേ ഡ്രഗ്സ് ഉപയോഗിച്ചതിന് ചെറിയൊരു കേസിൽ പ്രതിയാണ്. അത് ഫൈൻ അടച്ച് പോയിട്ടുണ്ട്. അതിന് കൂടുതൽ ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഈ ഇന്നലത്തെ കേസിലെ റോളിനെ പറ്റി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർക്ക് എത്രയോളം പങ്കുണ്ടെന്നത് അന്വേഷിച്ചു വരികയാണ്. കോഴിവണ്ടിയിൽ ജോലിക്കാരനാണ് അബ്ദുൾ ലത്തീഫ്. നേരത്തെ കഞ്ചാവ് ഉപയോഗിച്ചതിന് പിഴയടച്ചിട്ടുള്ള ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം തുമ്പയിൽ യുവാവിനെ കരുതൽ തടങ്കലിലാക്കി. കരിമണൽ കിഴക്കുംകര സ്വദേശി സഞ്ജുവിനെയാണ് NDPS നിയമത്തിലെ 3(1) വകുപ്പ് പ്രകാരം കരുതൽ തടങ്കലിലാക്കിയത്. മണ്ണാർക്കാട് കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഒഡീഷ സ്വദേശി ഓം പ്രകാശ് പൂജാരിയാണ് 2 കിലോ 3 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത്. തമിഴ്നാട്ടിൽ വിവാഹേതര ബന്ധം ആരോപിച്ച് VCK കൗൺസിലറെ ഭർത്താവ് കുത്തിക്കൊന്നു. തിരുനെൻട്രവൂരിലെ കൗൺസിലർ ഗോമതിയെ കൊന്ന കേസിൽ ഭർത്താവ് സ്റ്റീഫൻ രാജ് അറസ്റ്റിൽ. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയെ ഇസ്രായേലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കെയർ ഗിവറായി ജോലി ചെയ്തിരുന്ന കോളിയാടി സ്വദേശി ജിനേഷിനെയാണ് ജെറുസലേമിലെ ജോലി ചെയ്യുന്ന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ 80-കാരിയെ കുത്തേറ്റ മരിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വന്യജീവി ആക്രമണം. പ്രത്യേകിച്ച് കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് കൂടുതലായും പന്നികളാണ്. അതിനെ പ്രതിരോധിക്കാൻ പലരും കെണി വയ്ക്കും. ഇങ്ങനെ അനധികൃതമായി വയ്ക്കുന്ന വൈദ്യുതി കെണിയിൽ കുടുങ്ങി ഒട്ടേറെ മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. പാലക്കാട് വാണിയംകുളത്തെ മാലതി എന്ന വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റത് മകൻ വെച്ച പന്നിക്കെണിയിൽ നിന്നാണ്. ബന്ധുവായ ഷീബ ഇത് കണ്ടതുകൊണ്ടും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല. എന്നാൽ പോലീസ് ഇത് അന്വേഷിച്ചപ്പോഴാണ് കെണിയെക്കുറിച്ച് മനസ്സിലായത്. കേസിൽ മാലതിയുടെ മകൻ പ്രേംകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വയം വെച്ച കെണിയിൽ വീഴുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ പന്നിക്കെണി എന്ന് പറയുന്നത് ഇതുപോലെ അപകടം പിടിച്ചതാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകാം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.